2026 ജനുവരി 4 ഞായർ സ്ലോസോ സൺഡേ സെർമണിലേക്ക് സ്വാഗതം. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കോസിലെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ ദൗത്യത്തിനായി അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അവരെങ്ങനെ പോകണം എന്ന് വിവരിക്കുന്നു. 2 ചിന്തകൾ പങ്കുവയ്ക്കാണ്. 1, മിഷൻ ഇൻ ഡിവൈൻ കൺട്രോൾ. ദൗത്യം ദൈവിക നിയന്ത്രണത്തിലാണ്. കർത്താവ് അവരെ അയക്കുന്നത് വെറുതെയല്ല. അവർ ദൗത്യത്തിൻ്റെ കർത്താക്കളല്ല, അവർ ദൗത്യത്തിൻ്റെ പ്രചാരകരാണ്. കർത്താവാണ് അത് നിർമ്മിച്ചത്, കർത്താവാണ് അവരെ അയക്കുന്നത്. അവർ പ്രവർത്തിക്കുന്നവർ മാത്രമാണ്. ദൈവത്തിൻ്റെ കൺട്രോളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഗ്രാമങ്ങൾ തോറുമാണ് അയക്കുന്നത്. പാലസ്തീനയിൽ സിറ്റികളെക്കാളും കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് അവരെ അയക്കുന്നു. ഇതിന് സമാനമായി നമ്മൾ ധ്യാനിക്കുന്നതും പഠിക്കുന്നതും സീസർ തൻ്റെ ഭൃത്യന്മാരെ ഗ്രാമങ്ങളിൽ അയക്കുമ്പോൾ എന്തിനാണ് അയക്കുന്നത്? 1, ടാക്സ് കൂട്ടി എന്ന് പറയുവാൻ. 2, പുതിയ രാജ്യം പിടിച്ചെടുത്തു എന്നറിയിക്കുവാൻ. 3, പുതിയ സീസർ വന്നിരിക്കുന്നു എന്നറിയിക്കുവാൻ. ഇതിനെ എതിർക്കുന്നവരെല്ലാം അവർ കൊന്നുകളയും. പാക്സ് റൊമാന എന്ന വാക്ക് സമാധാനം, അത് പ്രസിദ്ധമാണ്. എങ്ങനെയാണ് എതിർക്കുന്നവരെ ഒതുക്കി അടിച്ചമർത്തി കൊന്നുകളഞ്ഞ സമാധാനം. ഇതേ പാറ്റേണിൽ യേശു അവരെ വിടുന്നത് ദൈവരാജ്യത്തെ പറ്റിയാണ്. ദൈവരാജ്യം ഒരു പൊളിറ്റിക്കൽ പദമാണ്. എന്നാൽ സീസർ ഭരിക്കുന്ന രാജ്യത്തിന് വ്യത്യസ്തമായി ദൈവം നിയന്ത്രിക്കുന്ന രാജ്യം. യേശു അവരെ വിടുന്നത് ഈ രാജ്യത്തെ പ്രഖ്യാപിക്കാനാണ്. മിഷൻ ഇൻ ഡിവൈൻ കൺട്രോൾ. 2, മിഷൻ ഇൻ ഡിവൈൻ ഡിപ്പെൻഡൻസ്. ദൗത്യം എന്ന് പറയുന്നത് ദൈവിക ആശ്രയത്വത്തിലാണ്. അവരെ അയക്കുന്ന രീതികൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. അവരോട് പറയുന്നത് ഈ 2ആയിട്ട് അവരെ അയക്കുന്നു. അവർ ചെരുപ്പ് വേണ്ട, മടിശീല വേണ്ട, പൊക്കണം വേണ്ട, ഒന്നും വേണ്ട. അന്നത്തെ കാലത്തെ പാലസ്തീനിലെ യാത്രകൾക്ക് അത്യാവശ്യമായ സാധനങ്ങളാണ്. അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അതിൻ്റെ മാറ്റിവെക്കലിലൂടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഒന്നിനെയും ആശ്രയിക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ അമിതമായി ആശ്രയിക്കുന്നതിനപ്പുറം ദൈവത്തിൽ ആശ്രയിക്കാനാണ് പറയുന്നത്. ഇതെല്ലാം അവൻ നിങ്ങൾക്കായി കരുതും. എൻ്റെ ആശ്രയം ദൈവത്തിലാണ്. അവർ ചെന്ന് ഭൂതങ്ങളെ പുറത്താക്കി, അവർ ചെന്ന് രോഗികളെ സൗഖ്യപ്പെടുത്തി. ശാരീരികവും മാനസികമായ സൗഖ്യം ഈ ദൈവരാജ്യത്തിലൂടെ തൻ്റെ ഗ്രാമങ്ങളിൽ യേശു നൽകുന്നു. ദൗത്യം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദൗത്യം ദൈവാശ്രയത്തിലാണ്. 1793 ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിൽ വന്ന ചെരുപ്പ് തയ്യൽക്കാരനാണ് വില്യം കേറി. ദരിദ്രനാണ്, സാമ്പത്തിക സ്ഥിതിയില്ല. ആദ്യകാലങ്ങളിൽ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സംഘടനകളുമില്ല. അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ആളുകൾ പറഞ്ഞു, ഇന്ത്യ ഈ ദൈവജനം സ്വീകരിക്കത്തില്ല, ഇത് പരാജയമാണ്. അദ്ദേഹം ഇവിടെ വന്നു. തൻ്റെ ഭാര്യയുടെ മാനസിക രോഗം, തൻ്റെ മകൻ്റെ മരണം, രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹം അനുഭവിച്ചു. ക്രമേണ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ അദ്ദേഹത്തിനെ സമർപ്പിച്ചു. ദൈവവചനം പരന്നു. എത്രയോ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ ഭാഷ അദ്ദേഹം പഠിച്ചു. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. സറാംപൂർ യൂണിവേഴ്സിറ്റി അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഇന്ത്യയിൽ സതി നിരോധിച്ചപ്പോൾ ഒരു സൺഡേ ആണെന്ന് വില്യം കേറി തൻ്റെ സുവിശേഷ പ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് പള്ളിയിൽ പോകണ്ട, ഇന്ന് ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് പറയണം, സതി നിർത്തലാക്കിയിരിക്കുന്നു, ഈ ക്രൂരമായ അനുഷ്ഠാനം നിർത്തലാക്കിയിരിക്കുന്നു. ദൈവരാജ്യം പ്രസംഗിക്കാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഗ്രാമങ്ങളിലേക്ക് അയച്ചത് ഗ്രാമങ്ങളെ വ്യത്യാസപ്പെടുത്താനാണ്, മനുഷ്യജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്താനാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? കർത്താവിൻ്റെ നിയന്ത്രണത്തിലും കർത്താവിൻ്റെ ആശ്രയത്വത്തിലും ശിഷ്യന്മാർ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന് വ്യത്യാസമുണ്ടാകും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ആശ്രയത്വത്തിലും നിൻ്റെ നിയന്ത്രണത്തിലും ഞങ്ങൾ നിലനിൽപ്പാൻ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.